നമസ്കാരം ഗൈസ്, സഞ്ജു ടെക്കി. ഞാൻ 2-3 ദിവസം വീഡിയോ ചെയ്യാത്തോണ്ടും ചെയ്യാൻ പറ്റാത്തോണ്ടും കുറച്ച് തിരക്കൊക്കെ ആയി പോയതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് എനിക്ക് വളരെയധികം സംസാരിക്കണമെന്നുണ്ടായിരുന്നു. കാരണം നാടിൻ്റെ ഒരു പോക്ക് ഭയങ്കര ശോകമുഖമാണ്. ഓക്കെ, അപ്പോൾ സഞ്ജു ടെക്കിയുടെ വിഷയം നമുക്കറിയാം. സ്വിമ്മിംഗ് പൂൾ ആക്കാൻ നോക്കുകയും ലൈസൻസ് കട്ട് ചെയ്യുകയും യൂട്യൂബ് വീഡിയോസ് വിഡ്രോ ചെയ്യുകയും ഇപ്പം ആ കാറൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു ടെക്കിക്ക് കാറ് യൂസ് ചെയ്യാൻ പാടില്ല. അത് ഒരു വണ്ടിഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടാവുന്ന ശിക്ഷയിൽ വെച്ച് ഏറ്റവും വലിയൊരു ശിക്ഷയാണ്. അത് ഒരു ടൈം പീരീഡ് വെച്ചെങ്കിലും ചെയ്തത് തെറ്റാണ്. ആ ഒരു സ്വിമ്മിംഗ് പൂൾ അറ്റംപ്റ്റ് തെറ്റാണ്. അത് സഞ്ജു ടെക്കി അക്സെപ്റ്റും ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി മേലാൽ ആവർത്തിക്കില്ല എന്നുള്ള രീതിയിൽ വളരെ ഡൗൺ ചെയ്യുന്ന സോഷ്യൽ മീഡിയ ത്രൂ നല്ല രീതിയിൽ കയറി വന്ന ഒരു വ്യക്തിയാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് സംഭവിച്ചു, ഈ ഒരു സംഭവം ചെയ്തു. അതിൻ്റെ ഇടയിൽ പോലീസുകാർക്കെതിരെ കുന്തളിപ്പ് വീഡിയോയും ഇട്ടു. എന്തായി, ലൈസൻസ് കട്ടാക്കി. ഇപ്പം ആൾക്ക് മനസ്സിലായി ആൾ വട്ടപൂജ്യത്തിന് നിൽക്കുകയാണെന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു ഡയറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് ബ്ലോക്ക് വരുമ്പോൾ, അതായത് നമ്മുടെ വീട്ടിലുള്ള പാരൻസ് ആണെങ്കിൽ പോലും നോ പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ. അപ്പോൾ അതിനേക്കാളൊക്കെ 10 മടങ്ങ് കട്ടിയാണ് ഒരു വണ്ടിഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം ലൈസൻസ് കട്ട് ചെയ്ത് വണ്ടി ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത്. അപ്പം പുള്ളി പറയുന്നുണ്ട് വണ്ടി തൂക്കി വെക്കാൻ പോകുന്ന ഒരവസ്ഥയിലാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ലോയറായിട്ട് സംസാരിച്ചപ്പോഴും ആ ഒരു ലൈസൻസിൻ്റെ സംഭവം പ്രൊവൈഡ് ഓക്കെ ആക്കി കിട്ടുന്നു തോന്നണില്ല എന്നുള്ളത്. അപ്പം എൻ്റെ ഒരു എനിക്ക് തോന്നിയത് അത് ഒരാളെ ഇല്ലാതാക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പണിഷ്മെന്റ് കൊടുത്ത ആളുകളാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റി വൈസ് ആൾക്കാരൊക്കെ ആണെങ്കിലും ഇതിലും ഇത്രയും വലിയൊരു പണിഷ്മെന്റ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു യൂട്യൂബ് വീഡിയോസിന്റെ കാര്യം, അത് വിഡ്രോ ചെയ്ത കാര്യങ്ങളെല്ലാം വെച്ച് സംസാരിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും വലിയൊരു ഇത് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ഒരു 3 മാസത്തേക്കോ ഒരു 6 മാസത്തേക്കോ ലൈസൻസ് റദ്ദാക്കുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരു ഇത് കൊടുക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ചിലവർ പറഞ്ഞ ഇതിൽ സഞ്ജു ടെക്കി പറഞ്ഞ വളരെ ഒരു പോയിന്റ് ഉണ്ട്. പലരും പറയുന്ന ഒരു കാര്യമാണ്, വീഡിയോ ചെയ്ത് മറ്റുള്ളവരെ കൊന്നു തിന്നു, അല്ലെങ്കിൽ വീഡിയോ ചെയ്ത് സമ്പാദിച്ചു, അല്ലെങ്കിൽ കണ്ടന്റ് ആക്കി വിറ്റ് തിന്നു എന്നൊക്കെ. ഈ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഈ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് പൈസകളല്ല വീട്ടിൽ വന്നിങ്ങനെ അടിഞ്ഞു കൂടുന്നത്. ഓരോ വീഡിയോസും അതിൻ്റെ വ്യൂസും ബേസും കാര്യങ്ങളെല്ലാം വെച്ചിട്ടും ഒരുപാട് കഷ്ടപ്പാടിൻ്റെ പുറകെയാണ് ഒരു യൂട്യൂബറിന് ഒരു ബേസ് ലൈൻ ഇൻകം എന്നുള്ള രീതിയിലൊരു കാര്യം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പലരും വിചാരം വീഡിയോ ചെയ്യുന്നു, കാർ എടുക്കുന്നു, വീടെടുക്കുന്നു, ട്രിപ്പിൽ പോകണം, അതിന് പോകണം, അതിൻ്റെ ഒക്കെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോൺ സംബന്ധമായിട്ടും EMI ആയിട്ടും അല്ലെങ്കിൽ റോളിംഗ് ആയിട്ടും പല രീതിയിലെ പല സംഭവങ്ങളുണ്ട്. യൂട്യൂബ് ഇൻകം തരുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഓരോരുത്തരുടെ ഇൻകം ബേസ് വളരെ ഡിഫറെൻ്റ് ആണ്. അല്ലെങ്കിൽ പല രീതിയിൽ പല കാര്യങ്ങൾ അടയ്ക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം ആ ഒരു യൂട്യൂബ് ഇൻകം എന്ന് പറഞ്ഞാൽ നല്ല ഹൈ രീതിയിൽ ഇൻകം വാങ്ങിക്കുന്നവരുണ്ട് കേട്ടോ, ഏറ്റവും ലോ രീതിയിൽ ഇൻകം വാങ്ങിക്കുന്നവരുണ്ട്, മീഡിയം റേഞ്ചിൽ പോകുന്നവരുണ്ട്. ഇതൊക്കെ പിന്നെ ഓരോരുത്തർ പുറത്ത് ഓരോരുത്തരെ എങ്ങനെ ഷോ ഓഫ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ബാക്കി കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഒരു എന്താ പറയാ, സഞ്ജു ടെക്കി പോലത്തെ ആൾക്കാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്ളോഗ് ചെയ്യുമ്പോൾ ഒരു പ്ലേസിൽ നിന്ന് ഒരു പ്ലേസിലേക്ക് പുള്ളി ആരാംസെ എൻജോയ് ചെയ്ത് പുള്ളിയുടെ കാറൊക്കെ ഓടിച്ച് ഇങ്ങനെ ചില്ലായിട്ട് നല്ല രീതിയിൽ പോകുമ്പോൾ എവിടെ ഒരു എല്ലിൻ്റെ കുത്തിൻ്റെ ഭാഗമായിട്ട് ഏതൊരു നശിഞ്ഞ സമയത്താണ് ഈ പൂൾ ഐഡിയ വന്നത്. പിന്നെ ഒരു ഡ്രൈവറെ വെച്ച് അവർക്കൊക്കെ പൈസ കൊടുക്കണ്ടേ? ഈ ഡ്രൈവറിനാണെങ്കിലും പെട്രോൾ അടിക്കുന്നതിൻ്റെ പൈസ വേറെ, ഡ്രൈവറിന് കൊടുക്കുന്ന ഒരു പൈസ വേറെ, അതിനൊക്കെ ആയിട്ടുള്ള ഒരു എമൗണ്ടും കാര്യങ്ങളും എല്ലാം അതൊന്നും അത്രത്തോളം ഒരു പ്രാക്ടിക്കൽ ആവത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിച്ചതാണ്. ഇവിടെ ഒരു സ്കൂളിലെ പരിപാടിക്ക് സഞ്ജു ടെക്കി വിളിച്ചതിന് ചാനലുകാരെടുത്ത് അങ്ങോട്ട് ഉടുത്തു. അദ്ദേഹം ആരെങ്കിലും കൊന്നോ, വെട്ടി മറ്റേ രാത്രി പോകുമ്പോൾ തലക്കടിച്ചു കൊന്ന് മറ്റേ റിപ്പറായോ, അല്ലെങ്കിൽ പീഡിപ്പിച്ചോ, അല്ലെങ്കിൽ സ്മഗിൾ ചെയ്തോ, അങ്ങനെ എന്തെങ്കിലും നാടിനും അല്ലെങ്കിൽ രാജ്യത്തിന് പ്രശ്നമാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് മീഡിയക്കാർ സഞ്ജു ടെക്കി എന്ന് കേട്ടപ്പോഴേക്കും ഇതിനു മുമ്പ് മറ്റേ ഈ ബുൾജെറ്റിന്റെ കാര്യം കേട്ടപ്പോൾ ഉണ്ടലിപ്പ് കാണിച്ച മാതിരി തന്നെ സഞ്ജു ടെക്കി എന്ന് കേട്ടപ്പോഴേക്കും മീഡിയക്കാർക്ക് അങ്ങോട്ട് ഹരായി. അപ്പോൾ ഇത്രയും ട്രാഫിക് റൂൾസ് തെറ്റിച്ച ഒരാൾ സ്കൂളിൽ പോയിട്ട് എന്താണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരാളെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം പൊളിറ്റീഷ്യൻസുകാർ അപ്പം ഈ പറയുന്നവർ ഈ പൊളിറ്റീഷ്യൻകാർ അല്ലെങ്കിൽ നിൽക്കുന്ന ആളുകളൊന്നും ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അവരുടെ പേരിൽ ഒരു കേസും ഇല്ല. അവരൊക്കെ മറ്റേ മാലാഖയുടെ മറ്റേ ക്രൗണും വെച്ചിരിക്കുന്നവർ, നന്മ മരങ്ങൾ. സഞ്ജു ടെക്കി മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. സഞ്ജു ടെക്കിക്ക് ഒരു സ്കൂളിലൊരു പിള്ളേരോട് സംസാരിക്കണോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റായിട്ട് ചെല്ലാനോ ഉള്ള ഒരു റൈറ്റ് ഇല്ലെന്നാണോ പറയുന്നത്? മീഡിയക്കാർ പറയുന്നുണ്ട് വലിയ കൊലപാതകമൊന്നും ചെയ്തില്ലെങ്കിലും. പിന്നെ എന്താണ് ഇവർ ഈ സംസാരിക്കുന്നത്?
ഒന്നിലേലും പിള്ളേരെ സംബന്ധിച്ചിടത്തോളം സഞ്ജു ടെക്കി സോഷ്യൽ മീഡിയയിൽ വളർന്നു വന്ന ഒരു സാഹചര്യം. പിന്നെ ലൈക്ക് ഞാൻ പറയട്ടെ, ഒരാളൊരു തെറ്റ് ചെയ്തെന്ന് വെച്ചിട്ട്, അതായത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, പൊറുക്കാൻ പറ്റുന്ന, പീഡനവും കൊലപാതകവും അല്ല ടൈം പറയുന്നത്, ഇതേപോലത്തെ തെറ്റുകളൊക്കെ പുറത്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ചാൻസസ് കൊടുക്കുമ്പോഴാണ് മനുഷ്യന്മാർക്ക് നന്നാവാൻ പറ്റുക. പുള്ളി അങ്ങനെ ചെയ്തു, പക്ഷെ പുള്ളി ലോകം നശിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ രാജ്യദ്രോഹവും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. പുള്ളി അത് ത്രൂ പറയുകയും ചെയ്യുന്നുണ്ട്, എനിക്ക് പറ്റിപ്പോയതാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി സ്കൂളിൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും കുട്ടികളോടാണെങ്കിലും നല്ലൊരു മെസ്സേജ് എന്തുകൊണ്ടാണ് പുള്ളിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്? ട്രാഫിക് റൂൾസ് തെറ്റിച്ചുകൊണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട്. അത് മനുഷ്യന്മാരല്ലേ, അത് ഈ പറയുന്നവരല്ലെങ്കിൽ ഈ ഒരു പൊളിറ്റീഷ്യൻ ഭാഗത്ത് ഇങ്ങനെ ഗതാഗത മന്ത്രി പുള്ളിയുടെ പേരിൽ എത്ര പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ പേരിലും പൊളിറ്റീഷ്യൻ സൈഡിൽസ് ആണെങ്കിലും വിഷയങ്ങളുണ്ട്. അവരൊന്നും എവിടെയും ഒരു പരിപാടിക്കും പോണില്ലേ, ഒരു ഇനാഗ്രേഷനും പോണില്ലേ, ഒരു മെസ്സേജും കൊടുക്കുന്നില്ല, പിന്നെയും വന്നിരുന്ന് ഭരിക്കുന്നില്ലേ, പിന്നെയും ആളുകളുടെ മുന്നിൽ കൂടെ പോകുന്നില്ലേ, പിന്നെയും കാര്യങ്ങൾ ചെയ്യുന്നില്ലേ. അപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം അത്ര ഒരു എന്താ പറയാ, നാട് കടത്തത്തക്ക ഇതിൽ ഭ്രഷ്ട് കൽപ്പിക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇദ്ദേഹം ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തിന് അവിടെ സ്കൂളിൽ വരാനോ ആ പിള്ളേരെ ഫേസ് ചെയ്യാനോ ആ പിള്ളേർക്ക് നല്ല മെസ്സേജ് കൊടുക്കാനുള്ള കാലിബർ ഉണ്ട്, അതിൻ്റെ അവകാശമുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനൊരു തെറ്റ് പറ്റി അതിൽ നിന്ന് തിരുത്താനുള്ള മനസ്സ് കാണിച്ചൊരു വ്യക്തിക്ക് ത്രൂ സോഷ്യൽ മീഡിയ വന്നിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയ തെറ്റാണ്, അതിൽ ഞാൻ ഭയങ്കരമായിട്ട് പശ്ചാത്തപിക്കുന്നില്ല, ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് പബ്ലിക്കലി പറയാൻ മനസ്സ് കാണിച്ച് ഇദ്ദേഹത്തിന് പിള്ളേരോട് ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ അല്ലെങ്കിൽ അവിടെ വന്നിട്ട് ഇത് സംസാരിക്കാനുള്ള ഒരു അവകാശമില്ലേ? കണ്ണടച്ചിരുട്ടാക്കുന്ന അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല അതിൽ ന്യായീകരിക്കുന്ന മറ്റ് ആട്ടുംതോലിട്ട ചെന്നായികള്, ആട്ടുംതോലിട്ട ചെന്നായല്ലേ, ആട്ടുംതോലിട്ട ചെന്നായികള് അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടും അതിനെ ന്യായീകരിച്ച് ഒന്നും സംഭവിക്കാത്ത മാതിരി ഇളിച്ച് കാണിച്ച് സമൂഹത്തിന് മുന്നിൽ കൂടെ നടക്കുന്ന പല ആളുകളും, പല കേസസ് ഉണ്ടായിട്ടും പണത്തിന് മേലെ പരുന്നും പറക്കില്ല എന്നുള്ള രീതിയിൽ ആറ്റിറ്റ്യൂഡ് ഇട്ട് പോകുന്ന അത്രയും വലിയ കാര്യങ്ങളൊന്നും പുള്ളി ചെയ്തിട്ടില്ലല്ലോ. പുള്ളി തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി. അപ്പോൾ പുള്ളിക്ക് ആ ഒരു മനസ്സിനെ റെസ്പെക്ട് ചെയ്തിട്ടെങ്കിലും മീഡിയക്കാർക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. എന്തൊക്കെയാണ് മീഡിയക്കാർ, എല്ലാവർക്കും റീച്ച് പ്രശ്നം. ഒരാളെ കൊല്ലാനും ചാനൽ ത്രൂ വലിച്ചു കീറാനും അയാൾ എവിടെയെങ്കിലും രക്ഷപ്പെട്ടു കൊണ്ടുകഴിഞ്ഞാൽ വാനോളം പറയാനും, ശരിക്കും പറഞ്ഞാൽ ന്യൂസ് ചാനൽസ് അല്ലെങ്കിൽ ചില ചാനൽസിന് ശരിക്കും പറഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ട് പേഴ്സണാലിറ്റി ആയിട്ട് തോന്നും നമുക്ക്. കാരണം ഇരുന്നു എന്നുള്ളൊരു സംഭവമായിരിക്കും കണ്ടേക്കണമെന്നുണ്ടെങ്കിൽ നടന്നു പോയി കാല് തട്ടി വീണു, പിന്നെ പെട്ടെന്ന് എണീക്കൻ്റെ ഇടയിൽ ഒരു വള്ളി കിട്ടി, ആ വള്ളിമേ പിടിച്ച് നടന്നു പോയിട്ട് പിന്നെയാണ് ഒരു കല്ല് കണ്ടത്. ആ കല്ല് കണ്ടപ്പോൾ ആ കല്ലിൻ്റെ സൈഡിലാണ് ഇഷ്ടിക കണ്ടത്. അപ്പോൾ കല്ലുമേ ഇരിക്കണോ ഇഷ്ടികമേ ഇരിക്കണോ എന്നുള്ള കൺഫ്യൂഷൻ കാരണം കുറച്ച് നേരം ആലോചിച്ചിട്ട് പിന്നെ സ്ലാബ് ഇട്ട് നിലത്തിരുന്നു. ഇങ്ങനെയൊക്കെ വിശാലമായിട്ട് കഥ എഴുതിയിട്ട് ആൾക്കാരുടെ റീച്ചും വ്യൂസും നോക്കാൻ നിൽക്കുന്ന ചില ചാനൽസുകളും ചില ആൾക്കാരുകളുണ്ട്. അവരോടൊക്കെയാണ് പറയുന്നത് ഇത്ര വലിയ കൊലക്കുറ്റൊന്നും ചെയ്തിട്ടില്ല, പുള്ളി തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് പുള്ളി കാര്യം പറയുകയും ചെയ്തു. പിന്നെ ലൈഫ് ലോങ് ഈ ഒരു സാധനം കട്ട് ചെയ്തത് പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ വേണം, അവനത് വേണം, അവന് കുന്തളിപ്പ് കാണിച്ചു, അവനത് ചോദിച്ചു വാങ്ങിച്ചാന്ന് പറഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ മാതിരി കുറച്ചൊന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ ഇത്രയും വലിയ തെറ്റൊന്നുമില്ലല്ലോ. ഒരു 6 മാസത്തേക്ക് അല്ലെങ്കിൽ 3 മാസത്തേക്ക് ഒരു പണി കൊടുത്തിട്ട് പിന്നെ പുള്ളി വണ്ടി ഓടിച്ച് തുടങ്ങിയതിനെ ഒരു സെക്കൻഡ് ചാൻസ് ആർക്കും കൊടുക്കാമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇലക്ഷൻ ടൈമിലൊക്കെ പടക്കം പൊട്ടിക്കുകയും ഈ ഒച്ചപ്പാടുണ്ടാക്കി റോഡിൽ കൂടെ പോവുകയും പല ആചാരങ്ങൾ കാണിക്കുന്നതൊക്കെ ഈ പറഞ്ഞ മാതിരി, അപ്പോൾ അതും പ്രശ്നങ്ങൾ തന്നെയല്ലേ. അപ്പോൾ ഇദ്ദേഹം ഇത് പറഞ്ഞിട്ടും ഒരു പ്രാവശ്യം ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു മെസ്സേജ് ആ ഒരു മനസ്സ് മനസ്സിലാക്കി പിള്ളേരുടെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് അവിടെ വിഷയങ്ങളുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഒരു സംഭവമാണോ? ഇപ്പോൾ ഈ പീഡനകുമാരനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി സ്മഗ്ലറൊന്നും അല്ലല്ലോ സഞ്ജയ് ടെക്കി എന്ന് പറയുന്നത്. അപ്പം അത്രയും കാറുകളും മറ്റും അവിടെ കിടക്കുമ്പോൾ പുള്ളിയുടെ ഒരു മാനസികാവസ്ഥ ഓടിക്കാനും പറ്റണില്ല, മൊത്തം ലോക്കായൊരു അവസ്ഥ. അത് ആ ഒരു ഇതിൽ കൂടെ പോകുന്ന അല്ലെങ്കിൽ വണ്ടി അത്രയും സ്നേഹിക്കുന്ന എന്നാൽ അത് തൊടാൻ പോലും പറ്റാതിരിക്കുന്ന ആളുകൾക്ക്, ആ വണ്ടി ഭ്രാന്തന്മാർക്ക് ആ ഒരു പെയിൻ മനസ്സിലാവും. ഇപ്പോഴും ഞാൻ ഡിസ്ക്ലൈമറായിട്ട് പറയുന്നു കയ്യിലിരിപ്പിൻ്റെയാണ്, പക്ഷെ അത് തിരുത്തി. പിന്നെ ലൈഫ് ലോങ് നീ അത് ചെയ്തില്ലേ ഇങ്ങനെ കുത്താൻ തുടങ്ങി കഴിഞ്ഞാൽ തിരുത്താൻ എവിടെ, നന്നാവാൻ എവിടെ സമയം കിട്ടുന്നത്? എന്നാൽ ഈ പറയുന്നവർ മിസ്റ്റർ പെർഫെക്റ്റ്സ് ആണോ? അതുമല്ല. ഇങ്ങനെ പോയിന്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെയും പോയിന്റ് ചെയ്യുമ്പോൾ ബാക്കി വിരലുകളെല്ലാം എങ്ങോട്ടാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നില്ല. തെറ്റുകൾ കണ്ടെത്താൻ ഒരുപാട് ആൾക്കാരുണ്ട്. 10 നല്ലത് ചെയ്തിട്ട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 10 നല്ലതിനെയും ആൾക്കാർ അങ്ങോട്ട് മറക്കും. പിന്നെ തെറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. പിന്നെ അവനെ അങ്ങോട്ട് ക്രൂശിച്ച് പാണ്ടാരടക്കി അങ്ങ് ഇല്ലാതാക്കും. മീഡിയക്കാര് നമ്പർ 1 ആണ് അതിനകത്ത് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ സ്കൂളിൽ വന്നിട്ട് ഈ തെറ്റ് മനസ്സിലാക്കി അല്ലെങ്കിൽ നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ സഞ്ജയ് ടെക്കിക്ക് പറ്റില്ല, ട്രാഫിക് റൂൾസൊക്കെ തെറ്റിച്ച ഒരാളെയാണോ വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ മറക്കുന്നു. പല ആളുകളുടെ മുഖങ്ങളും പല കേസസിലും പല കാര്യങ്ങളും ഒക്കെ ഇവർ മറന്നിട്ട് സഞ്ജയ് ടെക്കി പോയിന്റ് ചെയ്യുന്നത്. എന്താണോ